സ്പീച്ച്ലെസ് എന്ന് പറയൂലേ, അതാണ് അവസ്ഥ. ചുമ്മാവേ നമുക്ക് മലയാളം വരത്തില്ല. പിന്നെ ഇങ്ങനെയൊക്കെ നല്ല ഭയങ്കര ടേസ്റ്റി ഫുഡ് കഴിച്ചാൽ പിന്നെ വായിന്ന് ഭാഷയെ വരത്തില്ല. നമസ്കാരം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ലെമൺ റൈസും അതിന് ഒരു ചെറിയ സ്വീറ്റ് സാലഡുമാണ്. അപ്പം ലെമൺ റൈസ് സാധാ ലെമൺ റൈസ് അല്ലേ, ഇതിലെന്തോന്നിരിക്കുന്നു എന്ന് വിചാരിക്കും. എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ലെമൺ റൈസ് ഉണ്ടാക്കിയിട്ട് അതിൽ കയ്പുണ്ടെന്ന് പറഞ്ഞു. എങ്ങനെ ഞങ്ങൾ ഉണ്ടാക്കുവാണെങ്കിലും ഒരു കയ്പ് വരുന്നു, അതില്ലാണ്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അവർ ചോദിച്ചു. അതിൻ്റെ സീക്രട്സൊക്കെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം. ആദ്യം സ്വീറ്റ് സാലഡിനുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നത് നമുക്ക് നോക്കാം. ഒരു സവാള പൊടിയായി അരിഞ്ഞു വെച്ചിരിക്കുന്നത്, പിന്നെ ക്യാപ്സിക്കം, ഹാഫ് ക്യാപ്സിക്കം, ഇതും പൊടിയായിട്ട് അരിഞ്ഞു വെക്കണം. പച്ചമുളക് ഇങ്ങനെ നടുവേ കീറി വെക്കണം. കറിവേപ്പില ഫ്രഷായിട്ട്, പിന്നെ ടൊമാറ്റോ, മല്ലിയില, ഇത് വെള്ളരിക്കയാണ്, ക്യാരറ്റ്, പുളിയില്ലാത്ത കട്ട തൈര് വേണം, പഞ്ചസാര, എണ്ണ, പിന്നെ കടുക് വറുക്കാനുള്ള കടുകും വറ്റൽമുളകും കറിവേപ്പിലയും ഉപ്പും. ഇത്രയാണ് ഇതിൻ്റെ ആവശ്യമുള്ള സാധനങ്ങൾ. ആദ്യം നമ്മൾ അടുപ്പ് കത്തിച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. ഇത് ചൂടാവട്ടെ. അതിനും ആ സമയം കൊണ്ട് തൈരിൽ കുറച്ച് ഉപ്പിടാം. തൈര് ഞാൻ ഇങ്ങനെ നല്ലപോലെ അടിച്ച് വെച്ചിട്ടുണ്ട്. കട്ടി തൈരാണ്, പുളിയില്ലാത്ത തൈരാണ്, ഒട്ടും പുളി പാടില്ല. പിന്നെ കുറച്ച് 1 സ്പൂൺ ഷുഗർ നമ്മുടെ ടേസ്റ്റിനനുസരിച്ചാണ്. അത് ഷുഗർ സ്വീറ്റ് കൂടെ വേണമെങ്കിൽ കൂടുതലിടാം, എല്ലാം മതി, കുറച്ച് മതിയെങ്കിൽ കുറച്ച്, അത് നമ്മുടെ ഇഷ്ടം. എനിക്ക് കുറച്ച് സ്വീറ്റ് വേണം ഇതിൽ. ഈ സാലഡ് ഭയങ്കര ടേസ്റ്റാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് നല്ലപോലെ മിക്സ് ചെയ്യാം. ഷുഗർ ഒന്ന് അഴിയട്ടെ. അപ്പം ഇതിൽ കടുക്, 1 സ്പൂൺ കടുക് ഇടാം. ഇതിൽ ഒരു വറ്റൽമുളക്, പിന്നെ മുളക് നമ്മൾ 2ആയിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന അതും, കറിവേപ്പിലയും. ഇതിൽ നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന ടൊമാറ്റോ, ഇതിൻ്റെ കൂടെ തന്നെ ക്യാപ്സിക്കമും ഇടാം. ഇതിങ്ങനെ വഴണ്ട് വരുന്നവരെ വെയിറ്റ് ചെയ്യാതെ ഇത് നമുക്ക് മിക്സ് ചെയ്യാം. സാലഡിന് ആവശ്യമുള്ള സവാള, ക്യൂക്കമ്പർ, ക്യാരറ്റ്, ഇതെല്ലാം കൂടെ ഇട്ടിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. ഇതിൽ കുറച്ച് ഉപ്പ് ഇടുവാണെങ്കിൽ ഈ ടൊമാറ്റോ പെട്ടെന്ന് അഴിഞ്ഞു ചേരും. ഇതിൽ നമ്മൾ നേരത്തെ ഉപ്പ് ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഇതിൽ കുറച്ച് ഉപ്പിട്ടാൽ മതി, കൂടിപ്പോവും. ഇതിൽ പച്ചമുളക് ഇങ്ങനെ പൊടിയായിട്ട് അരിഞ്ഞിട്ട് വേണമെങ്കിൽ ഇടാം. അങ്ങനെ കടിച്ച് കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ഇടാം. ഇത് കൊച്ചു കുട്ടികളാകുമ്പം ഇതിങ്ങനെ എരിവും കാണും, അതേസമയം ഈ പച്ചമുളക് എടുത്ത് മാറ്റി വെച്ചിട്ട് കഴിക്കുകയും ചെയ്യാം. അതുകൊണ്ടാണ് ഞാൻ നടുവേ പിളർന്നിട്ടത്. ഇതിപ്പോൾ ആയി. ഇതിനെ ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് ഇത് നല്ലപോലെ തണുത്തതിന് ശേഷം ഇതിൻ്റെ കൂടെ നമുക്ക് ആഡ് ചെയ്യാം. അതിന് മുമ്പ് നമുക്ക് ലെമൺ റൈസ് ഒന്ന് നോക്കാം. അപ്പം ഇത് അത്രയും നേരം തണുക്കട്ടെ. അടുത്ത് ലെമൺ റൈസിന് ഉള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. കടുക്, പിന്നെ ഉഴുന്നുപരിപ്പ്, കടലപ്പരിപ്പ്, വറ്റൽമുളക്, കറിവേപ്പില, പച്ചമുളക്, ഇഞ്ചി കൊത്തിയരിഞ്ഞത്, പിന്നെ വെളുത്തുള്ളി കൊത്തിയരിഞ്ഞത്, 1 ലെമൺ, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, കടുക്, കാഷ്യൂനട്ട്. പിന്നെ ഞാനിന്ന് ബാസ്മതി റൈസാണ് എടുത്തത്. അത് തന്നെ വേണമെന്നില്ല, ഏത് ഇനം വെള്ള അരിയാണ് വേണ്ടത്. പുഴുക്കലരിയോ പച്ചരിയോ വൈറ്റ് റൈസാണ് വേണ്ടത്. ഇന്ന് ഞാൻ ബാസ്മതി അരിസി കുറച്ച് സ്റ്റൈലിൽ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു എടുത്തിട്ടുണ്ട്. പിന്നെ നല്ലെണ്ണ വേണം. ഇത് ഓപ്ഷണലാണ്. ഇത് ഞാൻ ഇതൊക്കെ ഇടും, അതുകൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത്. ഉടനെ കഴിക്കുവാണെങ്കിൽ ഇന്ന് രാവിലെ ഇത് ഉണ്ടാക്കിയിട്ട് ഉച്ചയ്ക്കോ വൈകുന്നേരമോ കഴിക്കുവാണെങ്കിൽ ഇത് ചേർക്കാം.
ഇല്ല നാളെ നമ്മൾ എവിടെയെങ്കിലും എടുത്തുകൊണ്ട് പോകുന്നു, നാളെയേ കഴിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ ഈ സാധനം അവോയ്ഡ് ചെയ്യാം. ഇത് ടൊമാറ്റോ, മല്ലിയില, ക്യാപ്സിക്കം. തുടങ്ങാം. അടുപ്പ് കത്തിച്ച് ഒരു നോൺ സ്റ്റിക്ക് പാൻ വെച്ചു. അതിന് നല്ലെണ്ണ ഒഴിക്കാം. ഈ ഇങ്ങനെ വെറൈറ്റി റൈസിന് എല്ലാത്തിലും കുറച്ച് എണ്ണ കൂടുതൽ ഒഴിക്കണം. അതും നല്ലെണ്ണയാണ് പ്രിഫർ ചെയ്യുന്നത്. എക്സെപ്റ്റ് കോക്കനട്ട് റൈസിന് മാത്രം കോക്കനട്ട് ഓയിൽ ഒഴിക്കും. വേറെ എല്ലാ റൈസിനും നല്ലെണ്ണയാണ്. ഒരു 3 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു. അപ്പം എണ്ണ ചൂടായി. ആദ്യം 1 സ്പൂൺ കടുക് ഇടാം. പിന്നെ കടലപ്പരിപ്പ്, വറ്റൽ മുളക്, ഉഴുന്നുംപരിപ്പ്, പിന്നെ കാഷ്യൂനട്ട്. ഈ കാഷ്യൂനട്ട് ഓപ്ഷണലാണ് കേട്ടോ. കാഷ്യൂനട്ട് ഇടണമെന്നില്ല. എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു. പിന്നെ ഒരു ഗമയ്ക്ക് ഞാൻ ഇട്ടു. ഈ പരിപ്പുകളെല്ലാം ഒന്ന് കളർ മാറണം, ഗോൾഡൻ കളർ ആവണം. ഇപ്പം കറിവേപ്പില, പച്ചമുളക്, പൊടിയായി അരിഞ്ഞിരിക്കുന്ന ഇഞ്ചി, പിന്നെ വെളുത്തുള്ളി. ഇത് നമ്മൾ ട്രാവൽ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ ഇത് കൊണ്ടുപോകാം. ചിലർക്ക് ഈ ട്രാവൽ സമയത്ത് ഭയങ്കര ക്ഷീണവും പിന്നെ വൊമിറ്റിംഗ് സെൻസേഷനൊക്കെ ഉണ്ടാകും. അതൊക്കെ ഇത് മാറും. ഇതിലുള്ള ഇഞ്ചി നല്ല ദഹനത്തിന് നല്ലതാണ്. പിന്നെ വെളുത്തുള്ളി ഗ്യാസ്ട്രിക് പ്രോബ്ലംസ് ഒന്നും കാണത്തില്ല. നമ്മൾ സാധാരണ ട്രാവൽ പുറത്ത് പോവുകയാണെങ്കിൽ ഗ്യാസ്ട്രിക് പ്രോബ്ലം വരും. പിന്നെ ലെമൺ അതുപോലെ നല്ലപോലെ ദഹിക്കും. വിറ്റമിൻ സി കൂടുതലുണ്ട്. ഇത് ഇത്രയും ഇങ്ങനെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് ചോറും ഇട്ട് കളക്കി ഇങ്ങനെ കൊണ്ടുപോവുകയാണെങ്കിൽ ഇത് ചീത്തയാവത്തില്ല. ഞാൻ ഇടുന്ന ഈ ക്യാപ്സിക്കം, ടൊമാറ്റോ, മല്ലിയില ഇതൊക്കെ ചേർക്കുകയാണെങ്കിൽ അന്ന് ഒരു ദിവസം കഴിക്കാം. പക്ഷേ ഭയങ്കര ടേസ്റ്റായിരിക്കും, ഭയങ്കര കളർഫുള്ളായിരിക്കും. ഇതായി. ഇപ്പം മഞ്ഞൾപ്പൊടി ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം. ഇപ്പം ഞാൻ പറഞ്ഞ ഈ ക്യാപ്സിക്കം പിന്നെ ടൊമാറ്റോ എന്ന് വെച്ചാൽ കളറിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് കുറച്ച് ഹാഫ് ടൊമാറ്റോ മതി. ഇനിയിപ്പം ലെമൺ റൈസിൽ കയ്പ്പ് വരാനുള്ള സീക്രട്ട് എന്താണെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. എല്ലാവരും ഈ സമയത്താണ് ലെമൺ പിഴിഞ്ഞ് കുടിക്കുന്നത്. ലെമൺ ജ്യൂസിൽ അതിൻ്റെ കുരുവിൽ ഭയങ്കര കയ്പ്പായിരിക്കും. ചിലരിങ്ങനെ കൈ കൊണ്ട് പിഴിഞ്ഞിട്ട് കുരു അതിനകത്ത് കയറുന്ന രീതിയിൽ പിഴിയും. അപ്പം ഭയങ്കര കയ്പ്പായിരിക്കും. പിന്നെ ലെമൺ ചൂടാകുവാണെങ്കിലും കയ്പ്പ് വരും. അപ്പം ലെമൺ ഒഴിക്കുന്ന സമയം അതാണ് സീക്രട്ട്. ഞാൻ ലാസ്റ്റിൽ പറയാം. ഞാൻ ചോറിൽ ഉപ്പിട്ടാണ് ചോറുണ്ടാക്കിയത്. അപ്പം ഇത് കുറച്ച് ഇതിനാവശ്യത്തിനുള്ള ഉപ്പ് മാത്രം ചേർക്കാം. ആകെ 1 സ്പൂൺ ഉപ്പാണ് ഇട്ടത്. പക്ഷേ 2-3 പ്രാവശ്യമായിട്ട് ഇട്ടു. ഇപ്പം ആയി. ഇതിൽ ചോറ് ചേർക്കാം. ഇപ്പം നമ്മൾ ഇതെല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്തു. ഇപ്പം അടുപ്പ് ഓഫ് ചെയ്യാം. കഴിഞ്ഞു. അടുപ്പ് ഓഫ് ചെയ്തിട്ട് ഇപ്പം വേണം ലെമൺ പിഴിയാനായിട്ട്. ലെമണിലുള്ള കുരു അകത്ത് കയറാത്ത രീതിയിൽ പിഴിഞ്ഞ് ഒഴിക്കണം. അപ്പം ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം. ഇത് ലാസ്റ്റിൽ മല്ലിയില, ഫ്രഷ് മല്ലിയില.
ഈ ലെമൺ റൈസിന് ചോറ് വേവിക്കുമ്പം ഒരുപാട് കുഴഞ്ഞു പോകരുത്. ഒരു 90% വേവിക്കാൻ പാടുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇതിങ്ങനെ ഇളക്കുമ്പം ഒന്ന് കുഴയാണ്ടിരിക്കും. ഇല്ലെങ്കിൽ നമ്മളിങ്ങനെ ഇളക്കി വരുമ്പം ലാസ്റ്റിൽ അത് ഉപ്പുമാവ് പോലെ ആയിപ്പോവും. അതുപോലെ ഈ ചോറ് ഒന്നിനോട് ഒട്ടാതിരിക്കണമെങ്കിൽ നമ്മൾ ചോറ് വാർക്കുന്നതിന് കുറച്ച് മുമ്പായിട്ട് അതിൽ ഉപ്പും 1 സ്പൂൺ എണ്ണയും കൂടെ ഒഴിച്ചിട്ട് വാർത്തെടുക്കുവാണെങ്കിൽ ഒന്നിനോടൊന്നും ചോറ് ഒട്ടത്തില്ല. അത് ഫ്രൈഡ് റൈസിനാണെങ്കിലും ഏത് റൈസിനാണെങ്കിലും അങ്ങനെ ചെയ്യുവാണെങ്കിൽ ചോറിങ്ങനെ ഒന്നോടൊന്നും ഒട്ടാതെ കാണാൻ നല്ല ഭംഗിയായിരിക്കും. അപ്പം ലെമൺ റൈസ് ആയി. ഇനി സാലഡിൻ്റെ കാര്യം നോക്കാം. അപ്പം ഈ സാലഡിൽ നമ്മൾ വഴറ്റി വെച്ച സാധനം ഇത് നല്ലപോലെ തണുത്തു. അപ്പം അതിനെ ഇതിലോട് മിക്സ് ചെയ്യാം. ഇപ്പം ഇതിൽ മല്ലിയില ചേർക്കാം. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഒരു കോക്കനട്ട് വെച്ചിട്ടുള്ള സാലഡ് ഉണ്ടാക്കി കാണിച്ചിരുന്നു. അതിന് ഭയങ്കര റെസ്പോൺസ് ആയിരുന്നു. എല്ലാവരും പറഞ്ഞു ഞങ്ങൾ ഉണ്ടാക്കി നോക്കി, നന്നായിരുന്നു, ഭയങ്കര ടേസ്റ്റായിരുന്നു എന്ന്. അതിനേക്കാളും ഇത് ഭയങ്കര ടേസ്റ്റാണ്. ഇത് ചുമ്മാ കണ്ടാൽ പോരാ, ചെയ്ത് നോക്കണം. നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്നുള്ളത് എനിക്ക് പറയണം. അപ്പം ഇത് റെഡിയായി. ഇന്ന് നമ്മൾ നോക്കിയ 2 ഡിഷും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. നോക്കിയിട്ട് എനിക്ക് എങ്ങനെയുണ്ടെന്ന് റിസൾട്ട് പറയുക. നിങ്ങളുടെ എല്ലാവരുടെയും വിഷസിന് ഒരുപാട് നന്ദി. ഇനിയും നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നന്ദി, നമസ്കാരം. ബ്ലൂപ്പർ ഒരുപാട് കിടച്ചിട്ടാ. ഓക്കെ സുൾ. ഇന്ന് നമ്മൾ നോക്കിയവ കണ്ടവ. ഇനിയും എനിക്ക് എല്ലാവരും സപ്പോർട്ട് തരുമെന്ന് എനിക്ക് നമ്പിക്കയ്ക്ക് എന്ന് തോന്നുന്നു. വിശ്വസിക്കുന്നു. ஆமாம். cucumber. Like, share and subscribe to Miss Chaos to learn about cucumber. சொல்லுங்க, என்ன வீடியோ எடிட் பண்ணி தர மாட்டேன். Like, share and subscribe to Miss Chaos. Miss Chaos? What Miss Chaos? വീഡിയോ വെറും Miss Chaos. അത് നമ്മൾ കാണുവാണെങ്കിൽ നമുക്ക് ഇംഗ്ലീഷ് പ്രൊനൗൺസിയേഷൻ നല്ലപോലെ വരും. ഞാൻ ഇത്രയും നാൾ കുക്കുംബറിനെ കുക്കുംബർ എന്നാണ് വിളിച്ചത്. പക്ഷേ ഇപ്പം അങ്ങനെയല്ല, ക്യൂക്കംബർ അങ്ങനെ പറയും, സ്റ്റൈലായിട്ട് പറയും. നിങ്ങൾക്കും അങ്ങനെ സ്റ്റൈലായിട്ട് പറയണമെങ്കിൽ കാണുക മിസ് കെയോസ്.